മക്കളെ എന്നെ പോലെ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് പണി പോയി എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു അവസരമാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ മറക്കണ്ട, വഴി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ വെലേറ്റ എന്ന് പറയുന്ന ഈ ഫൗണ്ടൈൻ കണ്ടോ, ഈ സ്ഥലത്ത് ആദ്യം വരിക. അതിനുശേഷം നീര് ആ വഴിയുണ്ടോ, നീര് അങ്ങോട്ട് ഫൗണ്ടൈൻ കൊള്ളാല്ലേ, സാധനം കൊള്ളാം. വേറൊരു വരവ് തന്നെ ഉണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട്. ഇപ്പോഴല്ല പിന്നീട് ചാറൊക്കെ അടിച്ചിട്ട് വച്ച ഒരു ഫ്രീക്കൻ അടിക്കണൊക്കെ. പാലൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ വലറ്റയുടെ ഉള്ളിലോട്ട് കയറണം ഗൈസ്. എന്നിട്ട് ബാക്കി വഴി കാണിച്ചു തരുന്നതാണ് സിമ്പിൾ, നെക്സ്റ്റ് സിമ്പിൾ. ഇത് മറക്കണ്ട, ഈ ഒരു വിജലംബിച്ച സിമ്പിൾ കാണുമ്പോൾ നേരെ വളച്ച് റൈറ്റ് അടിക്കണം ഗൈസ്. ഇതൊരു നൈസ് സ്റ്റേഡിയമാണ്. ഇവിടുത്തെ ഓഡീഷന് കടക്കാറ്. ഞാൻ സ്റ്റേജ് കടന്ന് ബാക്ക് സൈഡ് ഇവിടെ നിങ്ങൾക്കൊരു അപ്പാപ്പൻ്റെ പ്രതിമ കാണാം ഗൈസ്. അപ്പാപ്പൻ്റെ പ്രതിമയുടെ അവിടെ നിന്ന് സ്ട്രൈറ്റ് റൈറ്റ് ആൻഡ് ഫസ്റ്റ് ലെഫ്റ്റ്. യൂറോപ്യൻ യൂണിയൻ്റെ മാൾട്ടയുടെയും ഒരു കിടിലൻ ഫ്ലാഗൊക്കെ കാണാം. ആ വഴി അങ്ങോട്ട് നേരെ പിടിച്ച് പോകണം. നമ്മൾ ആ വഴി നേരെ നടന്ന് വരുമ്പോൾ ഗൈസ് ഈ ഗലിയ കിച്ചൺ, പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ അവിടെ ഒന്നും വളക്കരുത്. ഈ കട നോക്കണം, അനസ്താസി പനാനി. ആ കട അവിടെ നിന്ന് താഴോട്ടുള്ള വഴി എടുക്കുക. മോണ്ട് ബ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം മോണ്ട് ബ്ലാങ്ക് പനാനിയൊക്കെ നോക്കി വളച്ചെടുക്കുക ഗൈസ്. എന്നിട്ട് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്. താങ്ക് യു ഗൈസ്. അപ്പം അങ്ങനെ പോകണം ഗൈസ്. പനാനിയുടെ അവിടെ നിന്ന് റൈറ്റ്, എന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്. ഒരു പ്രാവൊക്കെ പോകണം ഗൈസ്. പ്രാവും കുഞ്ഞേ ഇവിടെ ഒരു മെയിൻ റോഡാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോരുത്, നേരെ തന്നെ താഴത്തോട്ട് സ്ട്രൈറ്റ്. അങ്ങനെ അറ്റത്തെത്തുമ്പോൾ ടോണി സിസിലിയ ബാർ എന്ന് പറയണം ദി ബാർ കാണാം. ഈ ബാറിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം. പക്ഷെ നേരെ പോരുത്, ഫസ്റ്റ് ലെഫ്റ്റ്. അങ്ങനെ ഈ ലെഫ്റ്റ് എടുത്തത് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഹലോ ഫൈനലി തീറ്റ സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് ആ പള്ളി. ഇവിടെ ഞങ്ങൾക്ക് ഫ്രീ ഫുഡ് കിട്ടും. വിശന്ന് പണ്ടാറടങ്ങിയിരിക്കണവരിക്കും, ഗതിയില്ലാത്തവരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും ഗതിയുള്ളത്. നാട്ടിലൊക്കെ 30,000 രൂപ ശമ്പളം മേടിക്കണവൻ്റെ ലെവലൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കണവന്. കാരണം ഇവിടെ വരവിനനുസരിച്ച് അമ്മാതിരി ചിലവുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു പള്ളി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൈകൊട്ടിപ്പാട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം ഗൈസ്. ഏതാണ്ടോ സെറ്റപ്പല്ലേ, മാൾട്ടീസ് ഓൾഡ് സ്റ്റൈൽ. ഇവിടെ എന്തെല്ലോ പരിപാടി നടക്കുന്നു. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ടു ബി സെർവ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് ഡൈനിങ്, അവിടെയാണ് പള്ളി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ആരും വിശന്നിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലുണ്ട്, ചാരിറ്റി ഉണ്ട്, അല്ലാണ്ടുണ്ട്. ഹലോ ബ്രദർ, മച്ചാനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നൊക്കെ ഇവിടെ. ഞങ്ങളിവിടെ ഒറ്റ പാവങ്ങളാണ് ഗൈസ്, പാവങ്ങൾ. അപ്പോൾ ഉള്ളിൽ ഹാപ്പി ബർത്ത്ഡേ, ആരുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ ടു അല്ലേ കേട്ടോ. കേൾക്കുന്നുണ്ടായോ ഞങ്ങൾ? ഇതാണ് കിച്ചൺ. ഞാൻ ഇവിടെ പണിയെടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട്. കാരണം എനിക്ക് തന്ന ഭക്ഷണത്തിന് നന്ദി പോലെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളകത്തോട് കയറാൻ പോണു ഗൈസ്. ഭക്ഷണം മാത്രമല്ല ഗൈസ്, ഇവിടെ വേറെ സെറ്റ് പോയിട്ടുണ്ട്. എന്ത്, നമുക്ക് കുളിക്കാനുള്ള അടിപൊളി ബാത്റൂം ഗൈസ്. ഇത് കണ്ട, കുളിക്കുക, ടോയ്ലറ്റിൽ പോവാ. അപ്പോൾ ഞാനൊന്ന് കുളിക്കട്ടെ മച്ചാനെ, വേർത്ത് പണ്ടാറിയിരിക്കും. സെറ്റായി. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും ക്യൂ കൂടിപ്പോയി. ആള് കൂടി. അടിപൊളി സംഭവം.
ഒന്ന് ലെമൺ കഴിച്ചു. ആഹാ അടിപൊളി. അവിടെ നിന്ന് ഇറങ്ങി അകത്ത് ഫിലിം ചെയ്യാൻ പറ്റില്ല അത്രേ, കാരണം അവിടെ ഒരുപാട് പേര് ആൾക്കാരൊക്കെ വന്നവർക്ക് ഇഷ്ടപ്പെടില്ല, പ്രൈവസി കൺസേൺസ് കാരണം അകത്ത് പറ്റില്ല. സോ പക്ഷേ ഇപ്പം എൻ്റെ സൗണ്ട് തന്നെ മാറിയില്ലേ? എന്നാന്ന് വെച്ചാൽ നല്ല വയറ് നിറഞ്ഞെന്ന് എന്ത് പറയാ. ലെമൺ നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് ആ പ്ലേറ്റ് ഞാൻ ഐസിന് എടുത്താണ്. എന്തോരം പ്ലേറ്റ് ലെമണാണ്, ഒരു 2 ലെമൺ ഞാൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് എൻ്റെ പൊന്നി. അപ്പോൾ ലെമണും ഓപ്പർജീനും പാസ്ത ഞാൻ കഴിക്കില്ല, എനിക്ക് അലർജിയാണ്, ഫുഡ് അലർജിയാണ്. അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിലും ചോരയൊക്കെ വരും. അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലോണം കഴിച്ച് വയറ് നിറഞ്ഞ് പൊളി. അപ്പം മറക്കണ്ട ഗൈസ്, ഇതാണ് സ്പോട്ട്. ഓക്കെ, വിശന്നിരിക്കുന്നവർ വരാം. ഏതൊരു ലോക്കൽ കൗൺസിലും ഈ സെയിം പരിപാടി ഉണ്ട്. ഇത്ര സെറ്റപ്പായിട്ടുണ്ടാവില്ല. വെലറ്റ പിന്നെ ക്യാപിറ്റൽ ആയതുകൊണ്ട് വൺ സെറ്റപ്പാണ്. സൂപ്പ് കിച്ചൺ വെലൈറ്റാന്ന് അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ, സൂപ്പ് കിച്ചൺ വെലൈറ്റ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ടുള്ള കറക്റ്റ് നാവിഗേഷൻ കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ID കാർഡൊക്കെ വെച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതെന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പോയപ്പോൾ ഒരുപാട് മലയാളികൾ അവിടെ ഉണ്ടായി. എന്നാന്ന് വെച്ചാൽ ഗതിയില്ല, ഇവിടെ 1.5 ലക്ഷം രൂപ മേടിക്കുന്നവരാണ് പട്ടിണിയും പരിവട്ടമായിട്ട്. അതല്ല നാട്ടിലെ മൂട്ടിൽ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഇവിടെ പണിയെടുക്കണ കാശ് അതിനേ തീരുള്ളൂ. അപ്പോൾ ഇതൊരു ഊള ജീവിതം. ബുദ്ധിയുള്ളവനാണെങ്കിൽ കാശ് ഉണ്ടാക്കാം, പക്ഷെ അതിനപ്പുറം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സാധാരണ ഒരു ജോലി ചെയ്തിട്ട് നടക്കില്ല. അതേസമയം നല്ല ബിസിനസ് മൈൻഡുള്ള ആളാണെങ്കിൽ നല്ല കാശ് വരാം, അത് ഞാനുള്ളത് പറയാമല്ലോ. പക്ഷെ ആ ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ഇമോഷൻസൊക്കെ എടുത്ത് വെട്ടിക്കളയണം. നിങ്ങൾ സൂക്ഷിച്ചിട്ട് പട്ടിണി അടക്കാണ്ടിരിക്കാനുള്ള സൊല്യൂഷൻ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു ഗൈസ്. തീവണ്ടി, കൂകിപ്പായം തീവണ്ടി, കൽക്കരത്തിൻ്റെയും തീവണ്ടി, വെള്ളമോടും തീവണ്ടി, റോട്ടിലുമോടും തീവണ്ടി ഗൈസ്. അപ്പോൾ ഈ സംഭവം നമ്മളിന്ന് കയറാൻ പോവാണ് തീവണ്ടിക്കുള്ളിൽ, റോട്ടിൽ കൂടി ഓടുന്ന തീവണ്ടിയിൽ. ഇത് വലയറ്റിലാണുള്ളത്, ബുജീബയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് ഗൈസ്. സോ നമ്മളോട് പറഞ്ഞേക്കണ ഏതെങ്കിലും സീറ്റിൽ കയറി കുത്തിയിരിക്കും മച്ചാനെ, അവിടെ നിന്ന് ഞങ്ങൾ വന്ന് ടിക്കറ്റ് എടുത്തോളാത്രേ. ഇതാണ് ഗൈസ് തീവണ്ടിയുടെ മുന്നിൽ. ഇങ്ങനെ പോയി നമുക്ക് ഏറ്റവും ബാക്കിലിരിക്കുക, അതാകുമ്പോൾ നല്ല വൈബായിരിക്കും. അങ്ങനെ ഇതാണ് ഗൈസ് തീവണ്ടി, ചുക്കു തീവണ്ടി. അങ്ങനെ നമ്മൾ തീവണ്ടി കയറി പോകാൻ പോകുന്നു റോട്ടി കൂടി ഗൈസ്, റോട്ടി കൂടി. വേറെ മൂഡ്. അങ്ങനെ ഞാൻ നിങ്ങളെ വിഷ്വൽസ് ഒക്കെ കാണിച്ചിരുന്നു, നിങ്ങളൊന്ന് നോക്കിയ ഗൈസ്. ട്രെയിൻ സ്റ്റാൻഡാണ്, ട്രെയിൻ സ്റ്റാൻഡ്. എന്താ മൂടല്ലേ ഗൈസ്. കുറേ ആൾക്കാർ ഇങ്ങനെ സൈഡിൽ കൂടി പോകണ്ട്, ട്രെയിനിൽ കയറാൻ വേണ്ടി ത്വരയുണ്ട്, പക്ഷെ മിക്കവരും കയറുന്നില്ല ഗൈസ്. കണ്ടു, പലവരും കണ്ടു കടല് കണ്ടിട്ട് എത്ര നാളായി, ട്രെയിന് കണ്ടിട്ട് എത്ര നാളായി. ട്രെയിൻ എടുത്തു തുടങ്ങി ഗൈസ്. നമുക്ക് 2 കമ്പനിക്കാരുണ്ട്. ദേ ആർ ഫ്രം ഫ്രാൻസ്. ലൂനി ആൻഡ് മാക്സ് ഗൈസ് നമ്മുടെ കൂടെ ട്രെയിനിൽ സഞ്ചരിക്കാൻ പോകുന്ന ടീമാണ് ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആരും വരുന്നില്ല ട്രെയിനിൽ. എനിബഡി കമ്മിങ് വിത്ത് മീ ഇൻ ദ ട്രെയിൻ? നമ്മൾ പിന്നെയും കമ്പനിക്കാരെ മീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. So just one condition. Yeah. You give me the name of the YouTube channel. Definitely brother. Oh man, definitely. I want to see my face. Remy and Julian guys, നമ്മുടെ അടുത്ത mates guys. നമ്മൾ 4 പേര് 5 പേര് ഇപ്പൊ ടീമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കാൻ പോണേണ്. All of Valletta guys, all of Valletta. Guys, ഇവരെല്ലാവരും ഫ്രാൻസിൽ നിന്നാണ് വന്നേക്കുന്നത് guys. The beautiful Paris, you know the place. Oh my god, Eiffel Tower. I want to go there sometime guys.
അപ്പോൾ നമ്മൾ ഫ്രഞ്ച് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോണു. Which artist do you want to play, Qu'est-ce guys? qu'on peut lui mettre comme musique à la con en français? On met les sardines. Yes. Do you know Patrick Sébastien? No, but I know Jewel. I only know Jewel. Well, you can play in Spotify. Yes, no problem. Oh yeah. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ച് പിടിച്ച് പോകാനാണ് ഗൈസ്. പാട്ടൊക്കെ ചെയ്യും. പഴയ പാട്ടാണ് ഗൈസ്. Who is the artist? What's the name? Patrick Sébastien. പാട്രിക് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ മച്ചാന്റെ പഴയ മ്യൂസിക് ആണ് ഗൈസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗൈസ്. എല്ലാവരും കണ്ടോളൂ, എല്ലാവരും വെരി എക്സൈറ്റഡ്. ഇറ്റ്സ് ലൈക്ക് എ വിന്റേജ് മ്യൂസിക്. Daini? ഓ ഗൈസ്, ഈ പാട്ടില്ലേ നമ്മളൊക്കെ കേൾക്കുമ്പോൾ ടൂറർ ലെസ് സെർവരി. ഈ പാട്ട് വെക്കുമ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ മറ്റേ എന്തോ തുണി വെച്ചൊക്കെ ചെയ്യുമെന്നാ പറയണം. കൃത്യമായിട്ട് മനസ്സിലല്ലേ? നല്ല പാട്ട് ഗൈസ്, നല്ല പാട്ട്. ഒന്നും മനസ്സിലായില്ല, അടിപൊളിയാണ്. ഫ്രണ്ട്സ് കിട്ടി ഗൈസ്. നമ്മൾ ഇനി ഫ്രഞ്ചിൽ പോയിട്ട് പാർട്ടി അടിക്കുന്നതാണ് ഗൈസ്. പാട്ട് നിർത്തേണ്ടി വന്നു ഗൈസ്. We have commentary, so we need to stop the music for now, guys. I'm so sorry, but we really enjoy the music. With €7 guys, €3 discount. ഇതാണ് ഇവിടുത്തെ മൂഡ്. ട്രെയിൻ റോഡ് ട്രെയിനിൽ കയറണമെങ്കിൽ €7 മറക്കണ്ട. And box of little fish. The fish is compressed. Yes. And in this song, he say qu'est-ce qu'on est serré. Yeah. French Yes. expression, like an art. Yes. Like if, for example, in a society, everybody is living so congested, and we could just relate to that. It's an artwork, guys. അതൊരു ആർട്ടാണ് ഗൈസ് ആ പാട്ട്. ചുക്കു ചുക്കു തീവണ്ടി ഓടിത്തുടങ്ങി ഗൈസ്. നമ്മൾ പയ്യെ മൂവി ഇത് തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഇത്ര ആൾക്കാരുടെ ഇടയിൽ കൂടി തീവണ്ടി ഓടിക്കണാണ്. അവള് സമ്മതിക്കണം. ഒമ്പോ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ട്രെയിൻ എവിടെയോ സഡൻ ബ്രേക്ക് ഇട്ടു. ആരോ ട്രെയിനിന്റെ പട്ടം ചാടി ഗൈസ്. എൻ്റെ അമ്മൂ സാധനം വളക്കണം. Okay, ici. എൻ്റെ മൂഡ് ഗൈസ്. We're now making our way onto Republic. On the right hand side, you will see the entrance to St John's Cathedral. This splendid cathedral works of art, ancient hymn books, sacred vestments, and famous Flemish tapestries. Typical in 1571, when the Grand Master moved Fort St Angelo from Victorioso to the Grand Master's Palace. Valletta. Eventually, building projects in Valletta resumed under British rule. These projects included widening gates, building structures, widening roads, and building newer houses. The Malta Railway linked Valletta from the city of Medina from Folkestone in 1931. വട്ടം ചാടിയാരോ ഗൈസ്, വട്ടം ചാടി. അല്ല വണ്ടി പാർക്ക് ചെയ്തിട്ട്. എംബസി സിനിമ. ഒരു സിനിമ കയറിയാലോ വെച്ചാണ്. ഒരു പെണ്ണും മുട്ടൻ തെറി വിളിക്കുന്ന ആരെയോ. മൾട്ടീസ് പെൺപിള്ളേരൊക്കെ ഭയങ്കര സീനാട്ടോ. അവർ പിടിച്ച് ഇടിക്കും, മാന്തും, ചവിട്ടും, തെറിയും വിളിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരവണ വഴിക്കൂടി ട്രെയിൻ കയറുന്ന ടീമാണ്. ഇത് കണ്ട over there, Valetta. You gotta go straight into Central, or you get it. Come here. Across the bay, one can see the town of Salina.
which means peace. വഴികൾ കണ്ടോ ഗൈസ്? പുരാതനമായിട്ടുള്ള ആൾതാമസമില്ലാത്ത ബിൽഡിങ്ങുകളാണ് ഗൈസ്. Today, the town of Salim is known for many shops, restaurants, cafe outlets. Salima is also a commercial and residential area and houses several high-quality and five-star hotels. Salima also has an impressive seaside promenade, which is very popular to walk along during the summer months. One can also catch the long-term service, Valletta Ferries, which operates directly from Valletta to for a short period of time. You may wish to take some photographs of this കടൽ കാണിക്കാനാണ് കൊണ്ടുവന്നത് ഗൈസ്. കടലിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാനുവൽ ഐലൻഡ്. We should go there sometime. ബ്രിട്ടീഷുകാരുടെ ബിൽഡിംഗ് ആണ് ഗൈസ്. on your left-hand side. One can now see Fort St. Elmo. ഗൈസ്, ഈ ഫോർട്ട് കണ്ട, ഇത് വാർ ടൈമിലൊക്കെ യൂസ് ചെയ്തിരുന്നൊരു മെയിൻ ബാരാക്കാണ്, മെയിൻ വാളാണ്. Popular tours ഇവിടെ ഗോസോലെ പോലത്തെ നമ്മുടെ അമ്മനിക്കാരാണ് വണ്ടി ഓടിക്കാൻ. ഫ്രീ റൈഡ്. for a period of first buildings to be built in Valletta and started to function in the year 1574. Originally it consisted of a large ward. The infirmary provided about 90 beds for male patients and included in the British Annex to Northern Victorioso. അത് കൽക്കാര ഫിലിം സിറ്റി, ബിർഗു കളർ സിറ്റി, സെംഗ്ലയ മെയിൻ പോർട്ട് ഇതിൻ്റെ സ്ഥലം. അവിടെ മറ്റേ ഡ്രൈ ഡോക്ക് ഒക്കെ ഉണ്ട്. ഇഴഞ്ഞു പോണ ഒരു തീവണ്ടി ബോറടിച്ച് തുടങ്ങി ഗൈസ്, ബോറടിച്ച് തുടങ്ങി. ഇത് വാലേറ്റയുടെ ബസ് സ്റ്റേഷനാണ്. മറ്റേ നടുക്കത്ത ഒരു സംഭവമാണ് വാലേറ്റല. രാത്രി ടോർച്ചൊക്കെ എത്തിച്ച് വെച്ചേക്കണാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഒരുപാട് ഭാരതീയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ഗൈസ്. തീവണ്ടി വേണമെങ്കിൽ എന്റെ മോനെ കുഞ്ഞിന് കൂടി അവള് ട്രെയിൻ എടുത്തടാ. നമ്മുടെ യാത്ര കഴിഞ്ഞു എന്ന് തോന്നണം ഗൈസ്. ഇറ്റ് വാസ് സച്ച് എ ഷോർട്ട് ട്രിപ്പ്. അരമണിക്കൂർ പോലും ഉണ്ടായില്ല. ബോറടിച്ച് ചത്തു, കാരണം ഭയങ്കര സ്ലോ ആയിരുന്നു ഗൈസ്. ഇറ്റ് വാസ് വെരി സ്ലോ ഗൈസ്. ഓ മൈ ഗോഡ്. നമ്മൾ ഇവിടെ എത്താറായി. ഹലോ 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 ഹലോ. Hi. Hey. Hello, camera. Oh, yesterday. എന്താണ് ഗൈസ്, നമ്മളെവിടെ ചെന്നാലും പാർട്ടിക്ക് ക്ലൈം, അതാണ് നമ്മുടെ മൂഡ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി സ്റ്റോപ്പ് എത്തിയത്. ബാക്ക് ടു ദ ട്രെയിൻ സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിക്കാരോട്, നമ്മുടെ അവർ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ബൈ. Goodbye, my friend. Bye. Thank you very much. Subscribe to the channel. Yeah. Subscribe. Thank you very much. Thank you very much. Goodbye, my friend. Goodbye, my friend. I'll see you guys in France. Lovely. അങ്ങനെ അത് കഴിഞ്ഞു ഗൈസ്. Cheers.
പിന്നെ എങ്ങനെ നമ്മുടെ ഒരു മലയാളി ചങ്കിനെ കണ്ടു ഗൈസ്. പേരെങ്ങനെ ബ്രോ? നിയാസ് ബ്രോനെ പരിചയപ്പെടുക ഗൈസ്. നമ്മൾ കയറിയ ട്രെയിനിൻ്റെ അവിടെ മെയിൻ ആളാണ്. അപ്പോൾ അൾട്ടയിൽ വന്നിട്ട് ഈ ബാലാറ്റ സ്ട്രീറ്റിൽ ചൂടത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു മരത്തണൽ ഗൈസ്. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം മാൾട്ടയിൽ വളരെ കുറവാണ് കാണാൻ തന്നെ. ശരിക്കും മരത്തിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്തൊരു കൂളിംഗ് ആണെന്നറിയോ. പക്ഷെ എന്താ സീന് ഗൈസ്, ഓ മൈ ഗോഡ്. പിന്നെയും എയർപോർട്ടിൽ തന്നെ ഞാൻ തിരിച്ചെത്തി താവളം പിടിക്കുന്നു ഗൈസ്. ഇവിടെ എത്തിക്കടന്ന് ക്ഷീണം മാറ്റാനല്ലാണ്ട് വേറെ വഴി ഇല്ല ഗൈസ്. ചാർജ് ചെയ്യണം, അതാണ് പ്രോബ്ലം. അയ്യോ, പവർ ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ പാടാട്ടോ. അങ്ങനെ പിന്നെയും എയർപോർട്ടിലോട്ട് വന്നു ഗൈസ്. ഈ പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യുമ്പേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തുടക്കണം ആൽക്കഹോൾ വൈപ്സ് വെച്ചിട്ട്. അതല്ലെങ്കിൽ ഉറപ്പായിട്ട് പണിയിടും. നമ്മുടെ നാട്ടിലെ പോലെ ഇരുന്ന് തൂറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് പറഞ്ഞാൽ 2 ദിവസമായി ഉറങ്ങിയോട്ട്. എൻ്റെ മോനെ കണ്ണടക്കാൻ പറ്റണ, കണ്ണിൽ മറ്റേ മൊത്തം കരടിരിക്കണ പോലെ. കരടൊന്നുമില്ല, പക്ഷേ ഞരമ്പി ആടിയിട്ടേ വയ്യ. എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ എവിടെയെങ്കിലും പറ്റിയ സ്ഥലം മനസ്സിൽ കണ്ടിട്ടുണ്ട്, അങ്ങോട്ട് ബസ് കയറി പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ തീർത്തിട്ടുണ്ട് ഒരു കണക്കിന്. ഇനിയെങ്കിലും കറക്റ്റായിട്ട് ഡെയിലി അന്നുള്ള എഡിറ്റ് ചെയ്ത് പോയാൽ ഇതുപോലെ വന്ന് കിടക്കേണ്ടി വരില്ല. 20-ാം തീയതി പോണേണ് ഗൈസ്. പണ്ടാറടങ്ങാൻ ഇവിടെ നിന്ന് നിർത്തി. ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവിടെ കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ ഏതെങ്കിലും മരത്തുമ്പോൾ കയറി പിടിച്ച് കിടന്നുറങ്ങാം. സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇതുവഴിയൊക്കെ വന്നത്. ഇപ്പോഴാണ് ഒന്ന് മാൾട്ട കാണണം. 2-2.5 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിട്ട്. ഇത് രസമാണ്. രാവിലെ അതുകൊണ്ട് നമ്മുടെ ക്യാമറക്ക് അധികം ലൈറ്റ് പിടിക്കില്ല, പാവം ക്യാമറ. ഊഞ്ഞാലൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറി സെറ്റായി സാധനമൊക്കെ ഇവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഊഞ്ഞാല കുലുങ്ങുമ്പോൾ എണീക്കാലോ. അങ്ങനെ എടുക്കൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ തല്ലി അടിച്ച് ചവിട്ടി കൂട്ടേണ്ടി വരും. എടുക്കണ നമ്മൾ ഒരു യാത്രക്കാരനാണെങ്കിൽ നല്ലൊരു ഫൈറ്ററും ആയിരിക്കണം നന്നായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പരിപാടിയൊക്കെ അറിഞ്ഞിരിക്കണം, കാര്യങ്ങളൊക്കെ. നല്ല പരിപാടി അങ്ങോട്ട് സ്മൂത്തായിട്ട് പോവുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് കെട്ടി വെച്ചേക്കണത്. നൈസ് സ്പോട്ടല്ലേ ഇത്. കണ്ട ആൾക്കാരുടെ പണി, പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചേക്കണ മാറിയ പരിപാടിയാണ് കാണിക്കണം. ആരാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. മടുപ്പ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ, 2 ദിവസത്തെ ഉറക്കം. ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. വൈകിട്ട് പരിപാടി ഉണ്ടേ. ജസ്റ്റ് എണീറ്റുള്ളൂ മച്ചാനേ. മൊത്തം കോമഡിയായിരുന്നു. ഒരു ആഫ്രിക്കക്കാരൻ വന്നിട്ട് ഇടക്ക് വന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് അവന് ലൈറ്റർ വേണമെന്ന്. മണ്ടൻ. ഞാൻ പകുതി മയക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ വന്ന് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കണം എന്നെ. ആട്ടിക്കൊണ്ടിരിക്കുക പണ്ടാറുടെ ഞാൻ എണീറ്റ്. എന്നിട്ട് വേറെ ഫ്രം വന്ന് എണീപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഐ ആം ട്രാവലിങ്, ലെറ്റ് മീ സ്ലീപ്പ് എന്ന് പറഞ്ഞു. ഗുഡ് ബൈ പണ്ടാറോടൊക്കെ. അത് കഴിഞ്ഞ് ഇപ്പം ഒരു അപ്പാവൻ വന്നിട്ട് മേത്തൊക്കെ പിടിച്ച് തൊടയിലൊക്കെ കയറി പിടിച്ചിട്ട് എന്നെ എണീപ്പിച്ചേക്കണം പണ്ടാറോടൊക്കെ. മാങ്ങാത്തൊലി. അപ്പം എന്തായാലും ഉറക്കമൊക്കെ റെഡിയായി. അതൊക്കെ മതി. ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഇവിടെ എന്തായാലും. കാരണം അത്ര സുഖമില്ല. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ മേത്തൊക്കെ തോണ്ടാനും പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പണ്ടാറടക്കെ
വല്ല മരത്തിന്, ഇതാണ് ഞാൻ മരത്തിൻ്റെ മുകളിൽ, ഇവിടെ മരത്തിന് ഹൈറ്റ് ഒന്നുമില്ലേ, ഹൈറ്റുള്ള മരത്തിൻ്റെ മണ്ടക്ക് കഴിയെത്താത്ത ദൂരത്ത് കയറി കിടന്നുറങ്ങിയ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം നൗ ഇറ്റ്സ് ടൈം ടു ഗോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വച്ചാനേ. ഇപ്പം നമ്മൾ അടുത്ത സ്പോട്ട് പിടിച്ച്